ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ എ ഫ്രണ്ട് എന്നുള്ള പോയമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസും ടെക്സ്റ്റുകൾ, അതായത് സൈഡ് ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ. യു ഹാവ് മെനി ഫ്രണ്ട്സ്, ഹാവിൻ യു? കൂട്ടുകാർക്ക് എന്തുണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ. ഹാവിൻ യു ഇല്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ക്വാളിറ്റീസ് ഡു യു ലൈക്ക് ഇൻ ദം? നിങ്ങൾക്ക് അവരിൽ ഏത് ക്വാളിറ്റീസ്, എന്തൊക്കെ ക്വാളിറ്റീസാണ് അവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. നൗ റീഡ് ദ പോയം അബൌട്ട് എ ട്രൂ ഫ്രണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രൂ ഫ്രണ്ടിനെ കുറിച്ചുള്ളൊരു പോയം വായിച്ചു നോക്കാം. ആർ യു റെഡി? യെസ്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കിയാലോ. എ ഫ്രണ്ട്. എന്താ നമ്മുടെ പോയത്തിൻ്റെ പേര്? എ ഫ്രണ്ട് എന്നാണല്ലേ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. എ ഫ്രണ്ട് ഈസ് വൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ your every touch of grief and care. He comes by chance but says by choice. Your praises he is quick to voice. അപ്പോൾ എന്താണ് പറയുന്നത്? എ ഫ്രണ്ട് ഈസ് വൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. അതായത് നിങ്ങളുടെ ഓരോ ദുഃഖത്തിലും ആശങ്കയിലും പങ്കുചേരുന്നവനാണ് ആര്? നിങ്ങളുടെ സുഹൃത്ത് എന്ന് പറയുന്നത് അല്ലേ. ഹി കംസ് ബൈ ചാൻസ് ബട്ട് സ്റ്റേസ് ബൈ ചോയ്സ്. യുവർ പ്രൈസസ് ഹി ഈസ് ക്വിക്ക് ടു വോയിസ്. ഹി കംസ് ബൈ ചാൻസ്. അവൻ എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക? ചിലപ്പം ബൈ ചാൻസ് ആയിരിക്കും, യാദൃശ്ചികമായിട്ടായിരിക്കും. ബട്ട് സ്റ്റേസ് ബൈ ചോയ്സ്. പിന്നെ എങ്ങനെയാണ് അവരവിടെ നിൽക്കുന്നത്? അവരുടെ ഇഷ്ടപ്രകാരം തന്നെയാണല്ലേ. പക്ഷെ അവൻ്റെ ഇഷ്ടപ്രകാരമാണ് ആ സ്നേഹത്തിൽ നിലനിൽക്കുന്നത്. യുവർ പ്രൈസസ് ഹീസ് ക്വിക്ക് ടു വോയിസ്. ചെറിയ കാര്യങ്ങളിൽ പോലും അവൻ എന്ത് ചെയ്യും? നിങ്ങളെ പ്രൈസ് ചെയ്യും, പ്രശംസിക്കും. ഓക്കെ, നെക്സ്റ്റ് ലൈൻ നോക്കാം നമുക്ക്. No grievous fault or passing whim can make an enemy of him. And though your need be great or small, his strength is yours throughout it all. എന്താ പറയുന്നത്? നോ ഗ്രീവ്സ് ഫോൾട്ട് ഓർ പാസിംഗ് whim. നിങ്ങളുടെ തെറ്റുകളോ എന്തെങ്കിലും പ്രത്യേക ആഗ്രഹമോ അവനെ എന്ത് ചെയ്യില്ല, നിങ്ങളുടെ ക്യാൻ മേക്ക് ആൻ എനമി ഓഫ് ഹിം. അവനെ എനമിയാക്കി മാറ്റില്ല, ശത്രുവാക്കിയിട്ട് ആക്കുകയില്ല. ആൻഡ് ദോ യുവർ നീഡ് ബി ഗ്രേറ്റ് ഓർ സ്മോൾ, ഹിസ് സ്ട്രെങ്ത് ഈസ് യുവേഴ്സ് ത്രൂ ഔട്ട് ഇറ്റ് ഓൾ. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്? വലുതോ ചെറുതോ സ്മോളോ ഗ്രേറ്റോ ആയിക്കോട്ടെ, അവൻ എന്ത് ചെയ്യും? യെസ്, ഹി സ്ട്രെങ്ത് ഈസ് യുവർ ത്രൂ ഔട്ട് ഇറ്റ് ഓൾ. അവൻ നിങ്ങളെന്ത് ചെയ്യും? പൂർണ്ണമായിട്ട് നിങ്ങളെ എന്ത് ചെയ്യും? സഹായിക്കും. Then no matter where you path might turn, your welfare is chief concern. No matter നിങ്ങൾ എവിടെ പോയാലും എന്താണ് അവൻ്റെ ചിന്ത? നിങ്ങളെ കുറിച്ചിട്ടായിരിക്കും അല്ലേ, നിങ്ങളുടെ നന്മയെ കുറിച്ചിട്ടായിരിക്കും, നിങ്ങളുടെ വെൽഫെയറിനെ കുറിച്ചിട്ടായിരിക്കും. അതുപോലെ തന്നെ അവൻ്റെ പ്രധാന ചിന്ത എന്തായിരിക്കും? ചീഫ് കൺസേൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ഷേമമായിരിക്കും. No matter what your dream may be, he prays your triumph too soon to see. അപ്പം എന്ത് ചെയ്യും അവൻ? നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ പെട്ടെന്ന് യാഥാർത്ഥ്യമാവാൻ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും അല്ലേ. ഹി പ്രേസ് യുവർ ഡ്രീംസ് സൂൺസ് ടു സീ. ദെൻ നെക്സ്റ്റ് നോക്കാം. ദർ ഈസ് നോ വിഷ് യുവർ ടങ് ക്യാൻ ടെൽ ബട്ട് ഇറ്റ് ഈസ് യുവർ ഫ്രണ്ട്സ് ആസ് വെൽ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ്? നിങ്ങളുടെ ആഗ്രഹങ്ങൾ തന്നെയായിരിക്കും അവൻ്റേതും. ദ ലൈഫ് ഓഫ് ഹിം ഹു ഹാസ് എ ഫ്രണ്ട് ഈസ് ഡബിൾ ഗാർഡഡ് ടു ദ എൻഡ്. അതായത് നിങ്ങളുടെ സ്നേഹിതന് ഒരാളുടെ ജീവന് ഇരട്ടി സുരക്ഷയുണ്ടല്ലേ. ഈസ് ഡബിൾ ഗാർഡഡ് ടു ദ എൻഡ് എന്നാണ് പറയുന്നത്. ജീവന് ഇരട്ടി സുരക്ഷയുണ്ട്. ഇനി ഇവിടെ നോക്കൂ, അബൌട്ട് ദ പോയിന്റിനെ കുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്കറിയാത്ത വേർഡ്സ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. കൺസേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസേൺ നമ്മൾ പഠിച്ചിട്ടുള്ള വേർഡ്സ് ആണല്ലോ ഇതൊക്കെ. കൺസേൺ എന്താണ്? കെയർ, വറി ഓർ ഇൻട്രസ്റ്റ് ഇൻ സമ്മൺസ് വെൽബീയിങ് അല്ലേ. അതായത് നമ്മളൊരാളെ കെയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ ഒരു വെറി അല്ലെ, ഇൻട്രസ്റ്റ് ഇൻ സമ്മൺസ് ഒരാളെ കുറിച്ചിട്ടുള്ള നമ്മളുടെ ഒരു തോട്ട് അല്ലേ, അതായത് ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ വെറി, അതാണ് ഇവിടെ കൺസേൺ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എനമി എന്ന് പറഞ്ഞാൽ എന്താണ്? ആശങ്ക അല്ലേ. എനമി എന്ന് പറഞ്ഞാൽ എന്താണ്? ശത്രു. എ പേഴ്സൺ ഹു ഈസ് ആക്റ്റീവ്ലി ഒപ്പോസ്ഡ്. ദെൻ ഗ്രീവ്സ് മീൻസ് വെരി സീരിയസ്. ദെൻ ഗാഡ്, ടു പ്രൊട്ടക്ട്. ദെൻ ട്രവ്, എ ഗ്രേറ്റ് വിക്ടറി ഓർ സക്സസിനെയാണല്ലേ പറയുന്നത്, അതായത് വിജയം. ദെൻ വെൽഫെയർ, ദ ഹെൽത്ത്, ഹാപ്പിനെസ് ആൻഡ് സേഫ്റ്റി ഓഫ് എ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് അല്ലേ. ദെൻ വിം, എ സഡൻ ഡിസയർ. വിം എന്ന് പറയുന്നത് എന്താണ്? ഒരു സഡൻ ഡിസയർ അല്ലേ, പെട്ടെന്നുള്ള ആഗ്രഹങ്ങളാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ്സ് എക്സ്പ്ലോർ ദ പോയം. ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? വൈ ഈസ് യുവർ ഫ്രണ്ട് ഇമ്പോർട്ടൻറ്റ് ടു യു? അപ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വൈ ഈസ് യുവർ ഫ്രണ്ട് ഇമ്പോർട്ടൻറ്റ് ടു യു?
എന്തുകൊണ്ടാണ് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം എന്താണ്? ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? നിങ്ങൾ എന്ത് ചെയ്യുക? മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് എന്ത് ചെയ്യുക? നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് അവിടെ എഴുതുക. ദെൻ വൈ ഈസ് യുവർ ഫ്രണ്ട് ഇമ്പോർട്ടൻറ്റ് ടു യു എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ്? ഐ ലൈക്ക് മൈ ഫ്രണ്ട് ബിക്കോസ് ഹി ഓർ ഷീ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് സപ്പോർട്ട്സ് മീ. അവൻ എപ്പോഴും അല്ലെങ്കിൽ അവൾ എന്തായിരിക്കും? എപ്പോഴും എന്നെ എല്ലായ്പ്പോഴും എന്നെ അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കും, അതുപോലെ തന്നെ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യും. ദെൻ ആൾസോ സ്റ്റാൻഡ്സ് മൈ സൈഡ് ആൻഡ് ഹെൽപ്സ് മീ ഇൻ ഓൾ മൈ നീഡ്സ്. എപ്പോഴും എൻ്റെ ഭാഗത്ത് നിൽക്കുകയും എന്നെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുകയും എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും എന്നെ സഹായിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേര് എഴുതുക. ദെൻ വൈ ഈസ് യുവർ ഫ്രണ്ട് ഇമ്പോർട്ടൻറ്റ് യു? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അവൾ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നു എഴുതുക. ദെൻ വാട്ട് ഡു യു ലേൺ അബൌട്ട് എ ഗുഡ് ഫ്രണ്ട് ഫ്രം ദ പോയം? നിങ്ങൾ ഒരു ഗുഡ് ഫ്രണ്ടിനെ കുറിച്ചുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന്, ഈ പോയത്തിൽ നിന്ന് പഠിച്ചത്? എന്തെല്ലാം കാര്യങ്ങളാണ്? എ ഗുഡ് ഫ്രണ്ട് ഈസ് സംവൺ വി ക്യാൻ ഷെയർ അവർ ജോയ്സ് സോറോസ് ആൻഡ് ഓൾവേസ് സ്റ്റാൻഡ്സ് ബൈ അവർ സൈഡ് ഇൻ ഗുഡ് ഓർ ബാഡ് ടൈംസ് അല്ലേ? ഒരു ഗുഡ് ഫ്രണ്ട് എങ്ങനെയായിരിക്കും? ഹു ക്യാൻ വി ഷെയർ യുവർ ജോയ്സ് സന്തോഷങ്ങൾ ഷെയർ ചെയ്യും, അതുപോലെ തന്നെ അവരുടെ സോറോസും വിഷമങ്ങളും ഷെയർ ചെയ്യും അല്ലേ? ആൻഡ് ഓൾവേസ് സ്റ്റാൻഡ് ബൈ അവർ സൈഡ് ഇൻ ഗുഡ് ആൻഡ് ബാഡ് ടൈംസ്. നമുക്ക് ഗുഡ് ടൈം ആണെങ്കിലും നല്ല സമയമാണെങ്കിലും ചീത്ത സമയമാണെങ്കിലും എപ്പോഴും എന്ത് ചെയ്യും? നമ്മളുടെ ഒപ്പം തന്നെ നിൽക്കും അല്ലേ? അതാണ് എൻ്റെ ഒരു ഗുഡ് ഫ്രണ്ട് എന്ന് പറയുന്നത്. യെസ്, വി ക്യാൻ ഷെയർ എനിത്തിങ് വിത്ത്. നമുക്ക് അവരുമായിട്ട് എന്തും ഷെയർ ചെയ്യാം. ദേ സീ ഓൺലി ദ ഗുഡ് സൈഡ് ഓഫ് us. They will not tell anyone about our mistakes. They will take care of all our needs. They will also pray for the success of our life. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് പോയിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്? വി ക്യാൻ ഷെയർ എനിത്തിങ് വിത്ത് ദം. ദെൻ ദേ സീ ഓൺലി ദ ഗുഡ് സൈഡ് ഓഫ് us. നമ്മുടെ ഗുഡ് സൈഡ് മാത്രമേ അവർ കാണുള്ളൂ അല്ലേ? ദേ വിൽ നോട്ട് ടെൽ എനി വൺ അബൌട്ട് അവർ മിസ്റ്റേക്സ്. ദേ വിൽ ടേക്ക് കെയർ ഓഫ് ഓൾ അവർ നീഡ്സ്. ദേ വിൽ ആൾസോ പ്രേ ഫോർ ദ സക്സസ് ഓഫ് അവർ ലൈഫ്. നമ്മളുടെ ജീവിതത്തിലെ വിജയത്തിന് വേണ്ടി അവരെപ്പോഴും എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയല്ല പോയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് എ ഫ്രണ്ട്സ് പ്രസൻസ് മേക്ക് യുവർ ലൈഫ് മോർ സെക്യൂർ? എങ്ങനെയാണ് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പ്രസൻസ് നിങ്ങളെ കൂടുതൽ സുരക്ഷിതമാക്കുന്നത്? പോയതിൻ്റെ ലാസ്റ്റ് വരികൾ പറയുന്നുണ്ടല്ലോ, ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഡബിൾ ഗാർഡഡ് ആയിരിക്കും, ഇരട്ടി സുരക്ഷിതത്വം ഉണ്ടാവും എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ മോർ സെക്യൂർ ആവാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചത്. എന്തുകൊണ്ടാണ്? യെസ്, എ ഫ്രണ്ട്സ് പ്രസൻസ് മേക്ക് യുവർ ലൈഫ് മോർ സെക്യൂർ എന്താണ്? ബിക്കോസ് ദേ സപ്പോർട്ട് ആൻഡ് ഹെൽപ്പ് us ഇൻ ഡിഫിക്കൽട്ട് ടൈംസ്. അവരെന്ത് ചെയ്യും? നമ്മളെ ഡിഫിക്കൽട്ട് ടൈമിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ഹെൽപ്പ് ചെയ്യുകയോ ചെയ്യും അല്ലേ? എ ഗുഡ് ഫ്രണ്ട് ഈസ് ഡീപ്ലി ഇൻട്രസ്റ്റഡ് ഇൻ അവർ വെൽബീയിങ് ആൻഡ് സക്സസ്. ഒരു ഗുഡ് ഫ്രണ്ട് എന്താണ്? നമ്മൾ ഡീപ്ലി ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല നമ്മളുടെ വെൽബീയിങ്ങിലും അതുപോലെ തന്നെ നമ്മുടെ സക്സസ്സിലും വിജയത്തിലൊക്കെ. ദെൻ അവർ വെൽഫെയർ ഈസ് ദെയർ ചീഫ് കൺസേൺ. അവരുടെ പ്രധാന കൺസേൺ എന്ന ആശങ്ക എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മളുടെ വെൽഫെയർ ആയിരിക്കും, നമ്മുടെ ക്ഷേമമായിരിക്കും. ലൈഫ് വിത്ത് ദം ഈസ് ഡബിൾ ഗാർഡഡ് ആൻഡ് സെക്യൂർ. ലൈഫ് അപ്പോൾ എന്താവും? ലൈഫ് ഈസ് ഡബിൾ ഗാർഡഡ് ആവും ആൻഡ് സെക്യൂർ ആയി മാറും അല്ലെ? സുരക്ഷിതമായിട്ട് മാറും. അതുകൊണ്ടാണല്ലോ ഒരു ഫ്രണ്ടിൻ്റെ പ്രസൻസ് നമ്മളുടെ ജീവിതം കൂടുതൽ എന്ത് ചെയ്യുന്നത്? കൂടുതൽ സെക്യൂർ ആക്കി മാറ്റുന്നത് അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് ദ പോയം എൻകറേജസ് ടു ബി ഗുഡ് ഫ്രണ്ട്സ്? Yes, the poem encourages to be good friends by reminding us to listen, understand, support and help each other in good and bad times, and also be loyal to each other in any situation. Okay, then next question നോക്കാം. നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി 1, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫ്രണ്ട്? കംപ്ലീറ്റ് ദ വേർഡ് വെബ് ഗിവൺ ബിലോ. താഴെ തന്നിട്ട് വേർഡ് വെബ് കംപ്ലീറ്റ് ചെയ്യാനാണ് അല്ലേ? എന്താ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫ്രണ്ട്? ഒരു ഗുഡ് ഫ്രണ്ടിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഒന്നിവിടെ നൽകിയിട്ടുണ്ട് അല്ലേ? ഷെയറിങ് എന്ന് നൽകിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ എഴുതാം? ഹെൽപ്പിംഗ്, കെയറിങ്, ഹോണസ്റ്റി, കൈൻഡ്, റെസ്പെക്റ്റ്ഫുൾ, ലോയാലിറ്റി ഒക്കെ എഴുതാം അല്ലേ? ഹെൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സഹായിക്കുക അല്ലേ? ഇതിന് കെയറിങ്, കെയർ ചെയ്യുക. ഇതിന് ഹോണസ്റ്റ്, സത്യസന്ധത അല്ലേ? കൈൻഡ്, ദയ, റെസ്പെക്റ്റ്ഫുൾ, ബഹുമാനിക്കുക അല്ലേ? ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ദെൻ ആക്ടിവിറ്റി 2, റീഡ് ദ ലൈൻസ് ഓഫ് ദ പോം. ഇവിടെ പോയത്തിൻ്റെ വരികൾ നൽകിയിട്ടുണ്ടല്ലേ? നമ്മൾ പഠിച്ച ഈ പോയത്തിൻ്റെ വരികൾ കൊടുക്കുന്നുണ്ട്. എ ഫ്രണ്ട് ഈസ് വൺ ഹു സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവരി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ.
ദ വേർഡ്സ് കെയർ ആൻഡ് ഷെയർ എൻഡ് വിത്ത് സെയിം സൗണ്ട്. ഇവിടെ നോക്കൂ, ഷെയറും കെയറും സെയിം സൗണ്ടിലാണ് എൻഡ് ചെയ്യുന്നത്, എന്നുള്ള സൗണ്ടിൽ അല്ലേ. ദേ ആർ കോൾഡ് റൈമിംഗ് വേർഡ്സ്. അപ്പോൾ ഈ വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, റൈമിംഗ് വേർഡ്സ് എന്ന് പറയുക. അതായത് ഇതുപോലെ സെയിം സൗണ്ടിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഫൈൻഡ് ഔട്ട് മോർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോം. അപ്പോൾ ഈ പോമിൽ നിന്ന് കൂടുതൽ റൈമിംഗ് വേർഡ്സ് കണ്ടെത്താനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഏതൊക്കെ എഴുതാം, ചോയ്സ്, വോയിസ്, പിന്നെ വിം, ഇം, ഹിം, സ്മോൾ, ഓൾ, ടേൺ, കൺസേൺ, ബി, സി, ടെൽ, വെൽ, ഫ്രണ്ട്, എൻഡ്. അവയൊക്കെ എന്താണ്, റൈമിംഗ് വേർഡ്സിൽ സെയിം സൗണ്ടിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സ് അല്ലേ. അപ്പോൾ ഇവയൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ദെൻ ആക്ടിവിറ്റി 3 നോക്കാം. യു ഓൾ ഹാവ് ഫ്രണ്ട്സ്, ഹാവിൻറ്റ് യു? നിങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടുകാരുണ്ടാവും അല്ലേ, ഇല്ലേ? ഡു യു നോ ദ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക് ഓഫ് യുവർ ഫ്രണ്ട്സ്? നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ലൈക്കും ഡിസ്ലൈക്കൊക്കെ അറിയോ? ആസ്ക് യുവർ ഫ്രണ്ട്സ് അബൌട്ട് ദെയർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ആൻ എക്സാമ്പിൾ ഈസ് ഗിവൺ ഫോർ യു. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ടിനോട് ലൈക്കും അവരുടെ ലൈക്കും ഡിസ്ലൈക്കൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, താഴെ നമുക്കിവിടെ സ്പേസ് നൽകുന്നുണ്ട്, അവിടെ എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊരു എക്സാമ്പിൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ടോമി ലൈക്സ് ഫുട്ബോൾ, ഹി ഡസൻ ലൈക്ക് ക്രിക്കറ്റ്. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ ലൈക്കും ഡിസ്ലൈക്കും എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എന്ത് എഴുതാം, രാജു ലൈക്ക് സ്വിമ്മിങ്, ഹി ഡസൻ ലൈക്ക് മൊബൈൽ ഗെയിംസ്. ദെൻ അനു ലൈക്സ് ഐസ്ക്രീം, ഷി ഡസൻ ലൈക്ക് ആപ്പിൾസ്. Then Maya likes watching TV, she doesn't like listening music. Then Rahul like reading books, he doesn't like watching TV. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ലൈക്കും ഡിസ്ലൈക്കും ഇതുപോലെ ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നല്ലേ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.